ഹലോ, ഇതാ എൻ്റെ ഒരു സ്വപ്നത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് KMCG മുക്കാണ് കേട്ടോ. മെഡിക്കൽ കോളേജ് ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഒരു വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പം അവിടെ ഡെൻ്റൽ കോളേജ് ഉണ്ട്. എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെ ഉണ്ട് കേട്ടോ. എല്ലാ കോളേജുകളും ഉണ്ട് കേട്ടോ. നഴ്സിംഗ് കോളേജ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇത് കുറേ പോകണം, അങ്ങോട്ട് കയറി കഴിഞ്ഞാലും കുറേ പോകണം. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കേട്ടോ ഡെൻ്റൽ കോളേജ് എത്തുന്നത്. എൻ്റെ പല്ലിന് ക്ലിപ്പിടാൻ പോവുകയാണ്. എന്താ പറയുക, എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പോൾ അതിട്ടുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ സംസാരിക്കാൻ. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇത് ചെയ്യാനിരിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം ബുക്ക് ചെയ്ത് വന്നതാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ആണ് കേട്ടോ പോകുന്നത്. ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അന്ന് ചെയ്യാൻ പറ്റിയില്ല. ഇന്നാണിപ്പോൾ സമയം ആയത് കേട്ടോ. അപ്പം ഞങ്ങളവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എത്താനായതാ നാഷണൽ കോളേജ് ഓഫ് ഫാർമസി എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ കോളേജുകളും ഉണ്ട് കേട്ടോ അതിൽ. അപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് പോയാലാണ് ഡെൻ്റൽ കോളേജ്. നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നമുക്കിതൊന്നും എന്താ പറയുക, ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, ശരിക്കും ഇത് ചെയ്യേണ്ടത് ഈ പ്രായത്തിലല്ല കേട്ടോ, മുൻപേ ചെയ്യണം. എന്നാലേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് ശരിയായിട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിന് വേദനയുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മക്കളെയും കൊണ്ടൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മളെന്താ പറയുക, നമുക്ക് ഒരു പഠിത്തത്തിൻ്റെ ഒരു പഠിത്തം ഒക്കെ കഴിഞ്ഞൊരു ജോബിൻ്റെ ഒക്കെ ഒരു ഇത് കിട്ടുന്നതിന് മുന്നേ അത് ചെയ്തിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഫാമിലി ലൈഫിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാണ് കേട്ടോ. അപ്പം ഞങ്ങളത് അവിടെ എത്തുക കേട്ടോ. ഡെൻ്റൽ കോളേജിന് മുമ്പിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്. ഇതാണ് ഡെൻ്റൽ കോളേജ് കേട്ടോ. അങ്ങനെ അവിടുന്ന് എന്താ ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട് റിസപ്ഷനിൽ വന്നതാണ് കേട്ടോ. ഫയൽ ഒറ്റ ചേട്ടായി കേട്ടോ എടുക്കുന്നത്. ഞാൻ മോളെ പിടിച്ചിരിക്കുമായിരുന്നു. മോൾ ഉറങ്ങുമായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അവൾ എണീറ്റു. ഞങ്ങൾ ഇതാ പോവുകയാണ് കേട്ടോ. 5th ഫ്ലോറിലാണ് ആയിരുന്നു. അങ്ങനെ ഇതാ തുറക്കുവാണ് കേട്ടോ. പിന്നെ അവിടെ പോയി ഫയൽ കൊടുത്ത് നമ്മളെ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കോളേജ് ആയതുകൊണ്ട് കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം. അപ്പം മെയിൻ ഡോക്ടർ തന്നെയാണ് നമുക്ക് ചെയ്തു തരുന്നത്. പക്ഷെ അളവൊക്കെ എടുക്കുന്നത് അവിടുത്തെ ട്രെയിനീസ് ആയിരിക്കും. അങ്ങനെ പിന്നെ മക്കളും മിക്കിമോളെയും കൊണ്ടൊക്കെ ഒത്തിരി നേരം ഇരിക്കൽ അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ചെയ്തല്ലേ പറ്റൂ. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയറുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഡാഡുമോൻ്റെ പല്ലിനും ഉണ്ടായിരുന്നു കേട്ടോ. ഡാഡുമോന് പല്ലിന് ചെറുതായിട്ട് പഴുപ്പൊക്കെ വന്നിട്ട് അവന് പറിക്കാനൊന്നും പറ്റാതെ അണപ്പല്ലിനൊക്കെ ഇനി പറഞ്ഞു പോകാം, നല്ല പല്ലിനൊക്കെ എന്താ പറയുക കേട് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാം എന്നത് മോനാട്ടോ വീഡിയോ ഒക്കെ പിടിക്കുന്നത്. അങ്ങനെ അവന് ആദ്യം എനിക്ക് അളവെടുക്കാനാട്ടോ വന്നത്. നമുക്ക് ക്ലിപ്പിനുള്ള അളവൊക്കെ എടുത്തു പോകണമല്ലോ. എനിക്ക് എന്താണേലും നാക്കിൻ്റെ അടിയിൽ വെക്കാനുള്ള എന്താ പറയുക ടങ് ക്രിബുണ്ട്. അത് നാക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് തള്ളുന്നതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ അളവെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അളവൊക്കെ എടുക്കുന്നത് ട്രെയിനിയാണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്കവിടെ വീഡിയോ അലൗഡ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പക്ഷേ മെയിൻ ഡോക്ടർ എടുത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇത് അളവെടുക്കുവാണ് കേട്ടോ. അപ്പം ഒരു ഇത് വെച്ചിട്ടാണല്ലോ അളവെടുക്കുന്നത്. അപ്പോൾ കുറേ നേരം തുറന്നിരിക്കണം എന്നുള്ള ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ
ഒത്തിരി പേരുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ എന്താ പറയുക ക്ലിപ്പ് ഇടുന്നത് ഒരു ഫ്ലോറിൽ, പല്ല് അടയ്ക്കുന്നത് ഒരു ഫ്ലോറിൽ, പറിക്കുന്നത് വേറൊരു ഫ്ലോറിൽ, നമ്മൾ കാണിക്കാൻ വേണ്ടി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ, അങ്ങനെ ഓരോരോ ഇതായിട്ടാണ് കേട്ടോ. അപ്പം എനിക്ക് എക്സ്റേ എടുക്കാനുണ്ടായിരുന്നു. ഞാൻ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇതാ മൂക്കുത്തിയും കമ്മലൊക്കെ ഊരി വെക്കണമായിരുന്നു. അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് കൊടുക്കുവാണ് കേട്ടോ. ഡോക്ടർ അപ്പം അടുത്ത ആഴ്ച ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് മുകളിലത്തെ മുത്തൊട്ടിച്ച് വിട്ടു. മുത്തൊട്ടിച്ച് പിന്നെ റബ്ബർ ബാൻഡല്ല, ഒരു വാസ്റ്റർ പോലത്തെ ഒരു സാധനം വൈക്കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ കേട്ടോ. പല്ലിന് ഇട്ടിട്ട് ഇപ്പോൾ 6ാമത്തെ ദിവസമാണ്. 6ാമത്തെ ദിവസം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുത്തിട്ടിട്ടല്ലേ ഉള്ളൂ. ഇനി ബാക്കി താഴെ ഇടണം, പിന്നെ കമ്പി ഇടണം, പിന്നെ നാക്കിൻ്റെ ഉള്ളിൽ ഇതിടണം കേട്ടോ. ആദ്യത്തെ 3 ദിവസം നല്ല വേദനയായിരുന്നു. ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, വർത്തമാനം പറയാൻ പറ്റുന്നില്ല, ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി തലവേദന വരെ ഉണ്ടായിരുന്നു. മുഖത്തിനാകെ ഇവിടെയൊക്കെ വീക്കം വന്ന് അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായി. ഇവിടെ മുറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയാം കേട്ടോ. ഇനി ബാക്കി അവിടെ ചെന്നിട്ട് എടുക്കാവേ. അങ്ങനെ ഡാഡൂസിനെയും കൂടെ കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഡാഡൂസിനെ അന്നും കാണിക്കാനുണ്ടായിരുന്നു. അവനോട് അന്ന് വരാൻ പറഞ്ഞു. അവൻ്റെ പല്ലിൽ എന്താ പറയുക ക്ലീൻ ചെയ്യുകയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനിയും പോകാനുണ്ട് കേട്ടോ. ഇപ്പം നാളെയാണ് പോകേണ്ട ദിവസം. നാളെ എല്ലാം മറ്റന്നാളാണ് പോകേണ്ട ദിവസം. ഒരു ബിഗ് ബാസ് ഒക്കെ തുറന്ന തീരാണ് പ്രശ്നമുള്ള അപ്പോൾ പോകുവാണ് കേട്ടോ. എനിക്ക് ആ വായൻ്റെ ഉള്ളിൽ ടങ് ക്രിബ് ഇട്ടതിന് ശേഷം എന്തൊക്കെയോ പോലെയായിരുന്നു. ഒട്ടും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോഴും ശരിയായിട്ടില്ല. അത് ശരിയാവില്ല. അതെന്താണെങ്കിലും എൻ്റെ നാക്ക് അത് എന്താ പറയുക കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ വീണ്ടും പല്ല് പൊന്തും പല്ല് അകലും ഒക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ തിരിച്ചു പോരുവാണ്. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഒരു സ്വപ്നമാണ്. പിന്നെ എന്താ പറയുക അത് നോക്കി. ഹലോ, എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഉള്ളിൽ നാക്കിനെ എന്താ പറയുക അവിടെ തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് കമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് 2 ദിവസം കൊണ്ട് ഇത് ഓക്കെ ആവും എന്നാണ് പറഞ്ഞത്. അപ്പം 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ബാക്കി അപ്ഡേറ്റ് തരാം കേട്ടോ. ഹലോ, ഇതിപ്പോൾ ഞാൻ ഇതിട്ടതിൻ്റെ 2ാമത്തെ ദിവസമാണ് കേട്ടോ. സംസാരിക്കാൻ തീരെ പറ്റണില്ല.
ആക്കൊക്കെ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. വന്നിട്ടുണ്ട്. താഴെ ആദ്യമായിട്ടുള്ള ഇട്ടേ, മറ്റേതിൻ്റെ മുത്തിട്ട കൊണ്ട് അവിടുത്തെ പൊട്ടിയതൊക്കെ ഉണങ്ങി. താഴെ ഇട്ടിട്ടിതാ ഇവിടെ പൊട്ടി വഴുത്തിരിപ്പുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ചോറൊക്കെ സ്പൂണിലിട്ടിട്ട് വിഴുങ്ങാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കറിയില്ല ഇത് ഇട്ടവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ബന്ന്, ബ്രെഡ് ഒക്കെ കേട്ടോ കഴിക്കുന്നത്. ചായയിൽ മുക്കിയൊക്കെയാണ് കഴിക്കുന്നത്. നല്ല വേദനയുണ്ട്. ഫ്രണ്ടിലത്തെ കുറച്ച് പല്ലുകൾക്ക് എന്തോ ഇളക്കം പോലെയൊക്കെ ഉണ്ട്. ഹലോ, അപ്പോൾ പല്ലിൻ്റെ ഇട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞു. അപ്പം ഏകദേശം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പം ഫുഡ് കഴിക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കടിക്കാൻ പറ്റില്ല. അല്ലാത്ത ഫുഡൊക്കെ ഉള്ളിലേക്ക് വെച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതാണ് കേട്ടോ. അപ്പം ഇതുമായിട്ട് ഞാൻ എന്താ പറയുക, പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. മുറിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണങ്ങി. ഇപ്പോൾ ഒന്നുമില്ല. ഈ പല്ലിനൊരു ചെറിയൊരു ആട്ടം പോലെയുണ്ട്. പിന്നെ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അടുത്ത മാസമാണ് കാണിക്കാൻ പറഞ്ഞത്. ഇനി കാണിച്ചിട്ട് ബാക്കി അപ്ഡേറ്റ് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ ബൈ.